ഹരിയാനയിലെ വോട്ട് കൊള്ളയിൽ ശക്തമായ തെളിവുകളുമായി രംഗത്ത് വന്നതിന് ശേഷം ചില കാര്യങ്ങൾ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ട്. അതിലൊന്ന് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുടെ കാര്യത്തിലാണ്. അതായത് ആവർത്തിച്ച് വോട്ട് ചെയ്യുന്നവരും വോട്ടർ പട്ടികയിൽ ആവർത്തിച്ച് കടന്നുകൂടുന്നവരും. രാഹുൽ ഗാന്ധി ഇന്നലെ ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ ഉപയോഗിച്ച് 22 വോട്ടർമാർ 10 ബൂത്തുകളിൽ വോട്ട് ചെയ്ത കാര്യം പറയുമ്പോൾ അതത്ര ലാഘവത്തിൽ വിടാവുന്ന കാര്യമല്ല. ഇത് ചർച്ചയാകുമ്പോൾ ജനശ്രദ്ധയിലേക്ക് എത്തുന്ന കാര്യം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കാതെ ഉപേക്ഷിച്ച ഒരു സോഫ്റ്റ്വെയർ ആണ്. വോട്ടർ പട്ടികയിലെ ആവർത്തനം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ. ഈ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 3 വർഷമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നില്ല എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനവും സംശയത്തോടെ നോക്കേണ്ടതും. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ CDAC വികസിപ്പിച്ച ഈ സോഫ്റ്റ്വെയർ 2022 സ്പെഷ്യൽ സമ്മറി റിവിഷൻ സമയത്താണ് അവസാനമായി ഉപയോഗിച്ചത്. പിന്നീട് 3 വർഷക്കാലത്തേക്ക് ഇത് ഉപയോഗിച്ചിട്ടില്ല. അതായത് സാങ്കേതികമായി ഒരിക്കൽ പ്രവർത്തിച്ചിരുന്ന ഒരു വോട്ടർ പട്ടിക ശുദ്ധീകരണ സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക നവീകരണ പ്രക്രിയയിൽ നിന്ന് നിശബ്ദമായി അപ്രത്യക്ഷമായി. 3 വർഷത്തോളമായി ഉപയോഗിക്കാതെ കിടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രധാന ഉപകരണമാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വോട്ടർ പട്ടികയിലെ ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെയും സമാന ഫോട്ടോകളുമായി എത്തുന്ന എൻട്രികളും തിരിച്ചറിയാൻ രൂപകൽപ്പന ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് വികസിപ്പിച്ചെടുത്ത ഈ ടൂൾ അവസാനമായി വിന്യസിച്ചത് 2022 വാർഷിക സ്പെഷ്യൽ സമ്മറി റിവിഷൻ അഥവാ SSR സമയത്താണ്. അന്ന് രാജ്യത്തെ മൊത്തം രജിസ്റ്റർ ചെയ്ത വോട്ടർമാരുടെ എണ്ണത്തിൽ അപൂർവമായ ഒരു ശുദ്ധീകരണമാണ് ഈ സംവിധാനം കൊണ്ട് സാധിച്ചത്. ഏകദേശം 3 കോടി ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ അസാധുവായ എൻട്രികൾ നീക്കം ചെയ്യുന്നതിന് സഹായിച്ച ഈ സോഫ്റ്റ്വെയർ ആണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരിക്കുന്നത്. അതായത് പൊടി പിടിക്കാനെന്ന പോലെ തട്ടുംപുറത്തേക്ക് ഈ ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയത് എന്തിനെന്ന് ആർക്കും സംശയമൊന്നുമില്ലല്ലോ. രാഹുൽ ഗാന്ധി ഹരിയാനയുടെ കാര്യത്തിൽ മാത്രം ചൂണ്ടിക്കാട്ടിയത് 2024 ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും അതിൽ 5.21 ലക്ഷം അതായത് 5.25 ലക്ഷത്തോളം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ സംസ്ഥാനത്തിന്റെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരുന്നു എന്നുമാണ്. ഇവയിൽ വ്യത്യസ്ത പേരുകൾ ഉള്ളതും എന്നാൽ സമാനമായ ഫോട്ടോഗ്രാഫുകൾ ഉള്ളതുമായ ഒന്നിലധികം എൻട്രികൾ ഉണ്ടായിരുന്നുവെന്നും അതിലൊന്ന് ഇന്ന് നമ്മൾക്ക് മുന്നിൽ തട്ടിപ്പിന് ഉപയോഗിച്ചത് തന്റെ പഴയ ഫോട്ടോ എന്ന് സമ്മതിച്ച് ഇതെന്തൊരു ഭ്രാന്താണ് എന്ന് ചോദിച്ച ബ്രസീലിയൻ മോഡൽ ലാറിസ നെറിയുടേതു കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് 2022 3 കോടി ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരെ കണ്ടെടുത്ത് നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനത്തെ മെച്ചപ്പെടുത്തലാക്കാൻ സഹായിച്ച ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് മാത്രം പറയാൻ വായി തുറക്കുന്ന അതേ ലാഘവത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരമുണ്ട്. വീടുകൾ തോറുമുള്ള പരിശോധന നടക്കാത്തപ്പോൾ മാത്രമേ സോഫ്റ്റ്വെയർ ഉപയോഗിക്കൂ എന്നും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രകാരം ഈ പ്രക്രിയ നടക്കുന്നുണ്ട് എന്നുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിസ്സംഗത BJPയെ സഹായിക്കാനെന്നും വോട്ട് കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും കോൺഗ്രസ് വിമർശിക്കുമ്പോഴും ഡ്യൂപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ 3 വർഷമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കാത്തത് BJPയെ സഹായിക്കാനെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുമ്പോഴും സംഘ ഹാൻഡിലുകളും മാധ്യമങ്ങളും പടച്ചുവിടുന്ന വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി തള്ളുകളിൽ മതുമറക്കുകയാണ് ചിലരെങ്കിലും. തന്റെ ഫോട്ടോ ഉപയോഗിച്ച് തന്നെ ഇന്ത്യക്കാരിയാക്കി ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്ന് കണ്ട് ഇതെന്ത് ഭ്രാന്താണ് എന്ന് ചോദിച്ച് തന്നെ ഞെട്ടലും അമർഷവും രേഖപ്പെടുത്തിയ ബ്രസീലുകാരി ലാറിസ നെറിയുടെ ഫോട്ടോ ഉപയോഗിച്ച് വാർത്ത കൊടുത്ത ജനം ഓൺലൈനിന്റെ തലക്കെട്ട് കണ്ടാൽ സാമാന്യ ബോധമുള്ളവർ ഞെട്ടിത്തെറിച്ചു പോകും. രാഹുലിന്റെ വാദങ്ങൾ പൊളിച്ച് ബ്രസീലിയൻ മോഡൽ എന്നാണ് ജനത്തിന്റെ തലക്കെട്ട്. ഇവരോടൊക്കെ ആ ബ്രസീലുകാർ ചോദിച്ചതേ നമുക്കും ചോദിക്കാനാകൂ. എന്തൊരു ഭ്രാന്താണിത്, ഏത് ലോകത്താണ് നാം ജീവിക്കുന്നത് എന്ന്.